അസ്സലാമു നമസ്കാരം എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഒരു സന്തോഷ വാർത്തയും കൂടി അറിയിക്കാനുണ്ട്. അതേപോലെ തന്നെ ഇതിൽ നല്ല രണ്ട് അടിപൊളി റെസിപ്പിയും കൂടി ഷെയർ ആക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളും അതേപോലെ തന്നെ കുറച്ച് കേക്ക് ഓർഡേഴ്സിൻ്റെ കാര്യങ്ങളും പിന്നെ ജമ്മുൻ്റെയും ദുവാമോളുടെയും ബർത്ത്ഡേ ആണ് ഈ മാസം. ദുവാമോളുടെ 22-നും ജമ്മുൻ്റെത് 24-നും. അപ്പോൾ രണ്ടും ഇതങ്ങ് ഒരു ദിവസം ആക്കാമെന്നെല്ലാം വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്കുള്ള ഡ്രസ്സും കൂടി എടുക്കാനുണ്ട്. ഇത് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാനുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും എല്ലാം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ആക്കുന്നുള്ളത്. അപ്പോൾ ഏതായാലും നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളെല്ലാം ആയിട്ട് വീഡിയോ നോക്കാം. ഇത് തലേ ദിവസത്തെ വീഡിയോ ആണ്. അപ്പോൾ അന്ന് ഞാൻ ഉണ്ടാക്കിയിട്ട് ഉള്ളത് ബട്ടർ നാനും അതേപോലെ തന്നെ ചിക്കൻ കറിയും. അപ്പോൾ ബട്ടർ നാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 3 സ്പൂണോളം ബട്ടർ എടുത്തിന്. അൺസാൾട്ടഡ് ബട്ടറാണ് എടുത്തിട്ടുള്ളത്. സാൾട്ടഡ് ആയാലും പ്രശ്നമില്ല. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 കപ്പോളം പാൽ ഒഴിച്ച് കൊടുത്തിട്ട് ചെറിയ ചൂടുള്ള പാലവ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുക്കുക. ആ ഒരു പാലിൻ്റെ ചൂട് പോകാൻ പാടില്ല. അതിന് മുന്നേ ആയിട്ട് തന്നെ ഇതിലേക്ക് 1.5 ടീസ്പൂണോളം ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അധികം ചൂടുണ്ടാവാനും പാടില്ല. പാലിന് ഒരു നോർമൽ ചൂടാണ് വേണ്ടത്. ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ചെറിയ ചൂട് എന്തായാലും വേണം. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ടായിന്. അപ്പോൾ അതെല്ലാം കൂടിയിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വെച്ചിട്ടുണ്ടായിന്. എന്നിട്ടായിട്ട് ഇതിലേക്ക് നമുക്ക് മൈദ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 2.5-2.25 കപ്പോളം മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ടായിന്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. പാല് ഒഴിച്ചിട്ട് അതിന് ശേഷമല്ല മൈദ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിനെല്ലാം അനുസരിച്ചിട്ട് നമുക്ക് മൈദ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ഇതിലേക്ക് കണക്കിന് ഉപ്പിട്ട് കൊടുത്തിന്. അതേപോലെ തന്നെ അതിൻ്റെ മേലായിട്ട് കുറച്ച് ഓയിലും കൂടി തടവി കൊടുത്തിട്ട് ഒരു ക്ലിംഗ് റാപ്പോ അതല്ലെങ്കിൽ നനഞ്ഞ തുണിയോ വെച്ചിട്ട് ഒന്ന് കവറാക്കിയിട്ട് 1-2 മണിക്കൂർ ഒന്ന് മാറ്റിയേക്കാം. ഇനി നമുക്ക് ചിക്കൻ കറിയിലേക്കുള്ള കാര്യങ്ങൾ നോക്കാം. അവർ മിക്സിൻ്റെ ചെറിയ ജാർ എടുത്തതിലേക്ക് ഒരു ഉള്ളിൻ്റെ പാതി ഇട്ട് കൊടുത്തിന്. ഇനി ഒരു തക്കാളിൻ്റെ പാതിയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് 2 പച്ചമുളക്, അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം വലിയ ജീരകം, ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, പിന്നെ ഇതിലേക്ക് ഒരു പൊടി മല്ലിച്ചപ്പ്, പിന്നെ ഒരു പീസ് ഇഞ്ചി, അതേപോലെ തന്നെ 7-8 അല്ലി വെളുത്തുള്ളി. പിന്നെ നിങ്ങളെ കയ്യിൽ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ഒരു പീസ് ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് മിക്സിൻ്റെ ഈ ഒരു കുഞ്ഞി ജാറിൽ ഇട്ടിട്ട് അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അരിഞ്ഞ് കിട്ടും. പിന്നെ ഇതിലേക്ക് തന്നെ ഞാൻ കുറച്ച് കല്ലുപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം അടിച്ചെടുക്കുക. ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് അതിൽ തൈര് ഉണ്ടെങ്കിൽ കുറച്ച് തൈരും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ കുഞ്ഞി ജാറിൽ ഇട്ട് കൊടുത്തിട്ട് അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അരിഞ്ഞിട്ടു. ഇപ്പോൾ കണ്ടില്ലേ, നല്ല ഫൈനായിട്ട് തന്നെ അരിഞ്ഞിട്ട് കിട്ടീനി. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കാര്യങ്ങളെല്ലാം കൂടി ഇട്ട് കൊടുക്കാനുണ്ട്. ഇപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് കസൂരി മേത്തി, അതേപോലെ തന്നെ ചാറ്റ് മസാല ഇല്ലേ, അതൊരു 1/2 ടീസ്പൂൺ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ എന്തായാലും ഇട്ട് കൊടുക്കണം. അപ്പം നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടത് ഡേറ്റ് കഴിഞ്ഞു പോയി, അത് ഞാൻ കളഞ്ഞു. അപ്പോൾ ഇനി അപ്പോൾ അതുകൊണ്ട് ഇതിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു ചിക്കൻ നല്ലോണം ക്ലീൻ ആക്കിയിട്ട് ചെറിയ പീസാക്കിയിട്ട് കട്ടാക്കി എടുത്തിന്. അപ്പോൾ അത് ഇട്ട് കൊടുത്തിന്. അതിൻ്റെ ഇതിലേക്ക് 2 ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുക. മുളക് പൊടി ഇട്ട് കൊടുത്തിന്. കാശ്മീരി ചില്ലി പൗഡറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് ചെറുനാരങ്ങ പിഴിഞ്ഞത് ഒഴിച്ച് കൊടുക്കുക. അതല്ലെങ്കിൽ സിർക്ക നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ അത് 2 ടീസ്പൂണോളം ഒഴിച്ച് കൊടുത്താലും മതി. ഏതായാലും ഒന്ന് ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇത് നമ്മൾ സാധാരണ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ ഇടുന്ന സാധനങ്ങൾ തന്നെയാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനേക്കാളും കുറച്ചൊന്ന് ഡിഫറെൻ്റ് ആയിട്ട് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ചിക്കൻ കറിക്ക് ഒരു ലെവൽ ടേസ്റ്റ് ആയിരിക്കും കിട്ടുന്നത്. പിന്നെ ഇതിലേക്ക് എൻ്റെ കയ്യിൽ ഗരം മസാല തീർന്നിട്ടുണ്ടായിന്. അപ്പോൾ അതുകൊണ്ടൊന്ന് വറുത്തിട്ട് പൊടിച്ചെടുത്തതാണിപ്പോൾ. അപ്പോൾ അതിൽ നിന്ന് 1 ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടിയിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് അപ്പോൾ അത് നമുക്ക് എന്താക്കാം, 1/2 മണിക്കൂറോ 1 മണിക്കൂറോ നമുക്ക് എത്ര ടൈമുണ്ട് അതിനനുസരിച്ചിട്ട് മാറ്റിയേക്കാം. എന്തായാലും ഒരു 15 മിനിറ്റോളം മാറ്റിയേക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പം ഞാനിവിടെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ബട്ടറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ബട്ടറും പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കണം. 1-2 സ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഷാലോ ഫ്രൈ ആണ് നമ്മൾ ചെയ്തെടുക്കുന്നുള്ളത്. അധികം ഓയിലിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് മറിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഗ്രില്ലെല്ലാം ചെയ്തെടുക്കുന്നില്ലേ, ആ ഒരു രീതിയിൽ മാത്രം ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ ബട്ടർ ഇല്ലെങ്കിൽ പ്രശ്നമില്ല. നിങ്ങളെ കയ്യിൽ സൺഫ്ലവർ ഓയിൽ ഉണ്ടെങ്കിൽ അതന്നെ എടുക്കാം. നമ്മൾ സാധാരണ തേങ്ങെണ്ണയെല്ലാം ആകുമ്പോൾ അതിൻ്റെ ആ ഒരു ചോയ ഉണ്ടാവും. അപ്പോൾ അതില്ലാതെക്കാൻ വേണ്ടിയിട്ടാണ് സൺഫ്ലവർ ഓയിൽ എടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. ഇപ്പോൾ കണ്ടില്ല, തിരിച്ചിട്ട് മറിച്ചിട്ടെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം ഫ്രൈ ആക്കിയിട്ട് എടുത്തിന്. ഇനി നമുക്കിതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഈ ഒരു പാത്രത്തിൽ തന്നെയാണ്
ഇനി ഈ ഒരു പാത്രത്തിൽ തന്നെയാണ് മസാല ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. എൻ്റെ അടുത്ത് തന്നെ തുഹാമോളുണ്ട്. ഓളിങ്ങനെ ഓരോ ബുക്കും പെന്നെല്ലാം എടുത്തിട്ട് ഓരോന്നേ ഇങ്ങനെ എഴുതലും ഓരോന്നേ പറയലാണ് നിങ്ങൾ കേൾക്കുന്നുള്ളത്. അപ്പോൾ എന്തായാലും എനിക്ക് വോയിസ് ഇങ്ങനെ കട്ടാക്കാനൊന്നും കഴിയില്ല. കുറേ ടൈമായി ഞാൻ ഡിലീറ്റാക്കി കളിക്കുന്നു. ഇനിയിപ്പോൾ എന്തായാലും ഓളെ വോയിസും കൂടി ഉണ്ടാവും വീണ്ടും ഒന്നിച്ചിട്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇട്ട ബട്ടറും ഓയിലും എല്ലാം നല്ലോണം ചൂടായിന്. എന്നിട്ടായിട്ട് ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കുക. ഉള്ളിൻ്റെ കളറെല്ലാം നല്ലോണം ചേഞ്ച് ആയിട്ട് വരട്ടവേ. അപ്പോൾ കുറച്ച് സമയം എടുത്തിട്ട് ചെയ്യാം. ഇപ്പോൾ ഉള്ളിൻ്റെ കളർ കണ്ടില്ലേ, നല്ലോണം മാറിയിട്ട് വന്നിന്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു വലിയൊരു തക്കാളി, അതല്ലെങ്കിൽ കുഞ്ഞു തക്കാളിയെങ്കിൽ 2 എണ്ണം എടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് കറിച്ചപ്പില ചെറുങ്ങനെ അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിന്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. എന്നിട്ടായിട്ട് നമുക്ക് ഇതിലേക്ക് 1-2 ടീസ്പൂണ് എത്രയാണോ വേണ്ടത് നമ്മളെ എരിവിനനുസരിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണും കൂടി ഗരം മസാല പൗഡറും ഇട്ട് കൊടുത്തിന്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിന്. എനിക്ക് ഇതുപോലത്തെ കറി ഉണ്ടാക്കുമ്പോൾ ഞാൻ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കലേ ഇല്ല, കുറവാണ്. പിന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി ഒരു ഗ്രേവി തിക്കായിട്ട് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഇതിലേക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിർബന്ധമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഞാൻ ബിരിയാണിക്കോ ഇതുപോലത്തെ എന്തെങ്കിലും സ്പെഷ്യൽ കറി ഉണ്ടാക്കുമ്പോൾ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കലില്ല, വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ ഒരു മസാലയും ചിക്കനും എല്ലാം കൂടിയിട്ട് ഇപ്പോൾ നല്ലോണം മിക്സായിട്ട് ഒരു 1-2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് കഴിഞ്ഞിട്ടായിട്ടാണ് ഇപ്പോൾ ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്നും കൂടി നല്ലോണം ഇളക്കി കൊടുത്തിട്ടായിട്ട് നമുക്ക് അടിച്ചു വെച്ചിട്ട് ഒന്ന് നല്ലോണം തിളപ്പിച്ചെടുക്കാം. പിന്നെ അതിനെ ആ ഒരു മൂടി നല്ല ചൂടുണ്ടാവുമല്ലോ, അതിൻ്റെ മേലെയായിട്ട് കുറച്ച് കസൂരി മേത്തി ഇട്ട് കൊടുത്തിട്ടുണ്ടായിന്. അപ്പോൾ അത് നല്ലോണം ചൂടായിട്ടാകുമ്പോൾ അതാണ് ഇപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതും ഇട്ട് കൊടുത്തിന്. അതേപോലെ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പോ അതല്ല നിങ്ങളുടെ കയ്യിൽ ബദാമോ അങ്ങനെ ഏതായാലും പ്രശ്നമില്ല, അതുണ്ടെങ്കിൽ ഒരു 8-10 എടുത്തിട്ട് മിക്സിൻ്റെ ജാറിൽ ഒന്ന് നല്ലോണം അടിച്ചെടുക്കാം. എന്നിട്ടായിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതെന്തായാലും ഒഴിച്ചു കൊടുക്കണം, കുറേ ഒന്നും വേണ്ട, ഒരു 8-10 മതി. എന്നിട്ടായിട്ട് ഒന്ന് നല്ലോണം തിളപ്പിച്ചെടുക്കുക. ലാസ്റ്റായിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്തിന്. അപ്പോൾ അങ്ങനെ നമ്മൾ അടിപൊളി കറിയുടെ റെഡിയായിന്. പിന്നെ നിങ്ങൾക്കല്ലേ ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാൻ, ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാൻ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പം നമ്മൾ ഒരു കുഴച്ച ഡോ കണ്ടില്ലേ, ഇപ്പോൾ ഡബിൾ സൈസായിട്ട് വന്നതിന്. ഇനി നമുക്ക് ഓരോ ബോൾസ് ആക്കിയിട്ട് ഇതുപോലെ മാറ്റാം, ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഞാൻ ഓരോന്നും ബോൾസ് ആക്കിയിട്ട് എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് മൈദ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഓരോന്നും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബോൾസിൻ്റെ സൈസെല്ലാം നിങ്ങൾക്ക് എത്ര വേണ്ട അതിനനുസരിച്ച് ചെയ്തെടുക്കുക. വലുത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വലുതാക്കിയിട്ട് എടുക്കുക, മീഡിയം സൈസിൽ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ആക്കിയിട്ട് എടുത്താൽ മതി. ഇനി ഓരോ ബോൾസും ചെയ്തെടുത്തിട്ട് നമുക്ക് എന്താക്കാം, അതിൻ്റെ മേലെ ഒരു നനഞ്ഞ തുണിയോ അതെല്ലാം ക്ലിംഗ് റാപ്പോ വെച്ചിട്ട് ഒന്ന് കവറാക്കിയിട്ട് 10-15 മിനിറ്റ് അങ്ങനെ തന്നെ വെക്കാം. എന്നിട്ട് ഇതേപോലെ ഒന്ന് ഓവൽ ഷേപ്പിൽ പരത്തിയെടുത്താൽ മതി. അപ്പോൾ പരത്തിയെടുക്കുന്ന ടൈമിൽ നമ്മൾ കുബൂസെല്ലാം പരത്തുന്നതിനേക്കാളും കുറച്ചും കൂടി തിന്നായിട്ട് പരത്തിയെടുക്കാം. നമ്മൾ ചപ്പാത്തിയെല്ലാം പരത്തിയെടുക്കുന്നില്ല, അത്ര ആവശ്യമില്ല. എന്നാലും നമുക്ക് കുബൂസെല്ലാം ചെയ്തെടുക്കുന്നതിനേക്കാളും കുറച്ച് തിന്നായിട്ട് തന്നെ ചെയ്തെടുക്കാം. എന്നിട്ട് അതിൻ്റെ മേലെയായിട്ട് ഞാൻ കുറച്ച് എള്ളാണ് ഇട്ട് കൊടുക്കുന്നുള്ളത്. ശരിക്കും എള്ളൊന്നല്ല ഇട്ട് കൊടുക്കൽ, വേറെ എന്തോ ഒരു സംഭവമാണ് ഇട്ട് കൊടുക്കലുള്ളത്. ഞാൻ ആ ഒരു ലുക്ക് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എള്ള് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ മേലെയായിട്ട് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടായിട്ട് ഒന്നും കൂടി അതിങ്ങനെ നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുക്കുന്ന ടൈമിൽ പുറത്ത് വരാതെ നിൽക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി പരത്തിയെടുക്കാം. ഇനിയിപ്പോൾ ഞാനൊരു തവ നല്ലോണം ചൂടാക്കിയിട്ട് അതിൻ്റെ മേലെ ഇത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു സൈഡ് ഇതുപോലെ ചെറുങ്ങനെ കളറൊന്ന് ചേഞ്ച് ആയിട്ട് വന്ന ടൈമിൽ തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ടും മറിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നല്ലോണം വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് കുബൂസെല്ലാം പൊങ്ങി വരുന്ന പോലെ പൊങ്ങൊന്നും ചെയ്യില്ല. നമ്മയിലേക്ക് എള്ളും മല്ലിച്ചപ്പെല്ലാം ഇട്ട് കൊടുത്തതിനോണ്ട് തന്നെ അങ്ങനെ പൊങ്ങി വരില്ല. അപ്പോൾ എന്തായാലും തിരിച്ചിട്ടും മറിച്ചിട്ടെല്ലാം ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നല്ലോണം കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഈ ഒരു തവയിൽ നിന്ന് മാറ്റുന്ന ടൈമിൽ ഇതിലേക്ക് കുറച്ച് ബട്ടറും കൂടി ഇട്ട് കൊടുത്തിട്ട് ഓരോന്നും ഇതേപോലെ തന്നെ ചുട്ടെടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്കിത് ശരിക്കും ഒരു ബട്ടർ നാൻ്റെ സ്റ്റൈലിൽ ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഇരുമ്പിൻ്റെ തവ എടുത്തിട്ട് നല്ലോണം ചൂടാക്കുക. എന്നിട്ടായിട്ട് ഇതുപോലെ റൊട്ടി പരത്തിയെടുത്തിട്ട് അതിൻ്റെ ഒരു സൈഡാക്കിയിട്ട് വെള്ളമാക്കി കൊടുക്കുക. എന്നിട്ട് ആ ഒരു ഭാഗം അതേ തവയിലേക്ക് അതേപോലെ തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ടായിട്ട് ഇതെന്താവും ഫുള്ളൊന്നൊരു പൊള്ളി വരുന്ന പോലെ ഫുള്ളിങ്ങനെ ബബിൾസ് ആയിട്ട് വരും. എന്നിട്ട് ആ ഒരു ടൈമിൽ നമുക്ക് ആ ഒരു തവയോട് കൂടിയിട്ട്
തീയിലേക്ക് ഡയറക്റ്റ് കാണിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇങ്ങനെ തീയിലേക്ക് ഇങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കൊടുത്തിട്ട് ഒന്ന് ഇങ്ങനെ ഒരു പൊള്ളിച്ചെടുക്കുന്നില്ലേ അതുപോലെ ആക്കിയിട്ട് എടുക്കുക. ശരിക്കും ലുക്കും ടേസ്റ്റും അതേപോലെ ഉണ്ടാവും. എന്തായാലും അങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ എൻ്റെ കയ്യിൽ ഇരുമ്പിൻ്റെ തവ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതുപോലെ ചെയ്തെടുത്തതാണ്. ഇപ്പം നിങ്ങൾ കാണുന്നുള്ളത് പിറ്റേ ദിവസം രാവിലെ മക്കൾക്ക് സ്കൂളുള്ള ദിവസമാണ്. അപ്പം അന്നത്തെ വിശേഷങ്ങളാണ് ഇനി കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ടിഫിൻ ബോക്സ് എല്ലാം നല്ലോണം ക്ലീൻ ആക്കിനി അതിൻ്റെ ആ ഒരു മുടിയിലുള്ള റബ്ബറില്ലേ അതെല്ലാം മാറ്റിയിട്ട് ഒരു ബ്രഷെല്ലാം ഇട്ട് നല്ലോണം ക്ലീൻ ആക്കിയിട്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ രാവിലെ എണിച്ച പാടന്നെ ഞാൻ എപ്പോഴും 2 ഗ്ലാസ് വെള്ളം കുടിക്കാൻ വേണ്ടി നോക്കലുണ്ട്. ചെറിയ ചൂടുള്ള വെള്ളമാണ് കുടിക്കലുള്ളത്, നല്ലതാണ്. മൂത്രക്കടിച്ചൽ പോലത്തെ പ്രശ്നങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ഡെയിലി നമ്മൾ ഇത് ഒരു ശീലമാക്കിയിട്ട് മാറ്റിയിട്ടുണ്ടെങ്കിൽ നല്ലോണം കുറഞ്ഞു കിട്ടും. പിന്നെ രാത്രി എപ്പോഴും കിടക്കുന്ന ടൈമിൽ ഞാൻ ഉണക്കമുന്തിരി വെള്ളത്തിലിട്ടിട്ട് വെക്കലുണ്ട്. ഉണക്കമുന്തിരി കറുത്തതോ എല്ലാം ഗോൾഡൻ അത് ഏതെങ്കിലും ആയി ഇതുപോലെ നമുക്ക് കുറച്ചധികം ഇട്ട് കൊടുക്കുക. അത് അമ്മൾക്കും ഇഷ്ടമാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. കുറച്ചധികം തന്നെ എപ്പോഴും ഇട്ട് കൊടുക്കലുണ്ട്. പിന്നെ ചെറുപയർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, മുളപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഇന്ന് രാവിലെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് വറ്റിയിട്ട് അതങ്ങനെ തന്നെ വെക്കാതെ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാലും മതി. പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് അത് മുളച്ചിട്ടുണ്ടാവും. അത് നല്ലതാണ്. അതേപോലെ അത് എല്ലാവർക്കും ഇപ്പോൾ ഗർഭിണികൾക്കായെങ്കിലും അല്ലാതെ ഇപ്പോൾ സാധാരണ നമ്മൾ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിലും എല്ലാം നല്ലതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ ജമ്മും ദുവാമോള് ലഞ്ചിന് ഇന്ന് ജമ്മു ചെറിയൊരു കള്ളമടി കാണിച്ച് സ്കൂളിലേക്ക് പോയിട്ടുണ്ടായിട്ട് അതിൻ്റെയൊക്കെ ഹോസ്പിറ്റലിൽ വരുന്നു പറഞ്ഞിട്ട് പിന്നെ ഇപ്പോഴങ്ങനെ പോകുന്നില്ല എന്നൊന്നും പറയലില്ല. പിന്നെ നിർബന്ധിച്ചിട്ട് അയച്ചിട്ടാണ് ഞാൻ. എന്തായാലും ഇന്ന് നമ്മൾ തിരിച്ചെത്തുമ്പോൾ കുറച്ച് ലേറ്റും ആവും. അപ്പോൾ അതുകൊണ്ട് ഓളയും കൂട്ടിയിട്ടുണ്ടായിന്. അങ്ങനെ ജമ്മുവിന് ഫുഡ് കൊടുത്ത് ഓൾ സ്വന്തമായിട്ട് കഴിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ദുവാമോൾക്കുള്ള ഫുഡും വായിലിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ മക്കളെല്ലാം റെഡിയാക്കിയിട്ട് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകാൻ കഴിയുന്നതാണ്. അപ്പോൾ നമുക്ക് അന്ന് തന്നെയാണ് ഹോസ്പിറ്റലിലേക്കും പോകാനുള്ളത്. അപ്പോൾ നമ്മൾ കാസർഗോഡിലേക്ക് പോകുന്ന ടൈമിൽ നമുക്ക് 2 കേക്കും കൂടി ഡെലിവറി ആക്കാനുണ്ടായിന്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം ഇപ്പോൾ സെറ്റാക്കിയിട്ട് എടുക്കുന്നുള്ളത്. തലേ ദിവസം തന്നെ നമ്മളെ ഡ്രീം കേക്കിൻ്റെ ഒരു 90% അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ടായിന്. ഇപ്പം ഞാൻ അതിൻ്റെ മേലെ ചോക്ലേറ്റ് ഒന്ന് മെൽട്ടാക്കിയിട്ട് ഒഴിക്കാൻ മാത്രമാണ് ഉണ്ടായത്. പിന്നെ അതിൻ്റെ മേലെ കുറച്ച് കൊക്കോ പൗഡർ ഇടാനും. അപ്പോൾ അത്ര മാത്രമാണ് ഉണ്ടായത്. അപ്പോൾ ആ ഒരു കാര്യങ്ങളും കൂടി ഈ ഒരു ടൈമിൽ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ പോകാനാകുന്ന ടൈമിൽ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് അതിനുള്ള ടൈം കിട്ടിയില്ല. അങ്ങനെ നമ്മൾ ചോക്ലേറ്റ് എല്ലാം മെൽട്ടാക്കിയിട്ട് മേലെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മേലെ ഒരു കൊക്കോ പൗഡറിൽ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ സ്റ്റിക്കറെല്ലാം ഒട്ടിച്ചിട്ട് ഇത് നേരെ ബോക്സ് ആക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അപ്പോൾ ഇനി നമുക്ക് ഒരു മഡ് കേക്കും കൂടി കൊടുക്കാനുണ്ടായിന്. അപ്പോൾ കാസർഗോഡ് പോകുമ്പോൾ എൻ്റെ പെങ്ങളെ മോളെ ഫ്രണ്ട് ഉണ്ട്. ഓൾ എപ്പോഴും പറയും കാസർഗോഡ് വരുന്നുണ്ടെങ്കിൽ എന്നോട് പറയണം, എനിക്കൊരു കേക്ക് വേണം എന്നെല്ലാം. അപ്പോൾ അങ്ങനെ ഓൾക്കുള്ള കേക്കാണ് ഈ ഒരു ഡ്രീം കേക്കും അതേപോലെ മഡ് കേക്കും. വേറെ 2 ഒന്ന് എൻ്റെ ഒരു ഫ്രണ്ടിനും മറ്റേത് എൻ്റെ ഫ്രണ്ടിൻ്റെ കസിനും ഉള്ളതാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഈ ഒരു പരിപാടിയെല്ലാം രാത്രി തന്നെ കുറച്ച് ലേറ്റ് ആയാലും പ്രശ്നമില്ല എന്ന് വിചാരിച്ചിട്ട് രാത്രി തന്നെ എല്ലാം സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായതാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് ആ ഒരു അതിൽ മേലെ ഒഴിച്ച് കൊടുത്ത് ഗനാഷ് സെറ്റാവാതെ ചോക്ലേറ്റ് ഒഴിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് രാവിലെ ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇതാണ് നമ്മളെ മഡ് കേക്ക്. നല്ല ടേസ്റ്റാണ്. ചോക്ലേറ്റ് ലവേഴ്സ് ആണെങ്കിൽ മസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ശരിക്കും പറഞ്ഞാൽ ഞാൻ കുറേ ലേറ്റ് ആയിട്ടുണ്ടായിന് ഇത് ചെയ്തെടുക്കാൻ. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്കങ്ങനെ തിരക്കിട്ട് ചെയ്യുമ്പോൾ ഒന്നും വീഡിയോ എടുക്കാനൊന്നും കഴിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായില്ല. ഇൻഷാല്ല നിങ്ങൾക്ക് അതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി കാര്യങ്ങളും എല്ലാം ഇടാവേ. നേരത്തെ നമ്മൾ ഡ്രീം കേക്കെല്ലാം സെറ്റാക്കുന്ന ടൈമിൽ തന്നെയാണ് ദ്വാമോളും എനിച്ചത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിൻ്റെ മേലെ സ്റ്റിക്കർ ഒട്ടിക്കാനും സ്പൂൺ വെക്കാനും ഒന്നും ടൈം കിട്ടിയിട്ടുണ്ടായിട്ട് അങ്ങനെ ഈ ഒരു ടൈമിൽ അതെല്ലാം ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കേക്കിൻ്റെ ബോക്സ് എല്ലാം അവിടെ സെറ്റാക്കിയിട്ട് വെച്ചിന് അതിലേക്ക് കേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാൻ മാത്രമാണ് ഉള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ പോകണം, ബാക്കിയുള്ള കാര്യങ്ങളും വിശേഷങ്ങളും എല്ലാം നമുക്ക് നോക്കാവേ. അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻ്റ് ആക്കാനും മറക്കണ്ട. ചെറിയൊരു സ്മൈൽ ഇട്ടാലും മതി. ശരിക്കും പറഞ്ഞാൽ കുറേ ദിവസമായി വീഡിയോസെല്ലാം ഇട്ടിട്ട് ശരിക്കും ഒന്നിനും ഒരു എന്തോ പറ്റാത്ത പോലെ ഭയങ്കര ക്ഷീണം കാര്യങ്ങളും എല്ലാം ആയിട്ട് ഒരു ടൈം കിട്ടാത്ത പോലെയാണ് ഇപ്പോൾ തോന്നുന്നത്. അങ്ങനെ കിടക്കാമെന്ന് തന്നെ തോന്നുന്നത്. അങ്ങനത്തെ ഒരു സമയമാണിപ്പോൾ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ
എന്തായാലും ഇതിങ്ങനെ വിടാനൊരു എന്തോ ഒരു പോലെ. അപ്പോൾ ഇതും കൂടെ അതിൻ്റെ ഇടയിൽ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ട് ഓരോ വീഡിയോസ് ഇങ്ങനെ എടുത്തിട്ടിടുന്നതാണ്. അപ്പോൾ നിങ്ങളെ സപ്പോർട്ടും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അടിപൊളിയായിട്ട് തന്നെ മുമ്പിലോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ നിങ്ങളൊരു ലൈക്കും ഒരു കമൻറ്റും എന്തായാലും വേണവേ. പിന്നെ എനിക്ക് ഇൻസ്റ്റയിലൊരു നമ്മളൊരു കേക്കിൻ്റെ പേജ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കേക്കെല്ലാം വേണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ മെസ്സേജ് ആക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ല അടിപൊളിയായിട്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലും ഇഷ്ടമുള്ള ഫ്ലേവറിലും ഏത് മോഡലിലാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ചെയ്തുതരാം. അപ്പോൾ ഒന്ന് പേജ് ഫോളോ ആക്കണം. കേക്ക് ബൈ ഫമി എന്നാണ് നമ്മളെ പേജിൻ്റെ പേര്. അങ്ങനെ കേക്കിൻ്റെ ബോക്സും കാര്യങ്ങളെല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി ഇതൊരു കവറിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ കേക്കിൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് ഇനി ദുവാമോളെ ഒന്ന് റെഡിയാക്കാനുണ്ട്. ഡ്രസ്സെല്ലാം ഇട്ട് കൊടുത്തിന് അവളെ മുടിയെല്ലാം ഒന്ന് ശരിയാക്കണം. ജമ്മുവെല്ലാം റെഡിയാനേ അവൾ സ്വന്തം തന്നെ റെഡിയാവും. ഇത് നമുക്ക് എത്രോട്ട് ഇട്ട് കൊടുത്ത് ചെരുപ്പ് അപ്പോൾ തന്നെ നയിച്ചിട്ട് ഒരു സൈഡ് വെച്ചെടുക്കും, പിന്നെ ഇട്ട് കൊടുക്കും. ഇത് തന്നെയാണ് പണി. ഓളെ മുടി കെട്ടി കൊടുത്താൽ തന്നെ ആ റബ്ബറിന് അയച്ചിട്ട് കയ്യിലിട്ട് എടുക്കും. അപ്പോൾ എന്തായാലും മുടി കെട്ടി കൊടുക്കാൻ വേണ്ടിയില്ല, മുടി എടുക്കണം എന്നെല്ലാം കുറേ ദിവസമായി വിചാരിക്കുന്നത്, ഫ്രണ്ടിൽ നിന്ന് കട്ടാക്കണം എന്നെല്ലാം. ഇനിയിപ്പോൾ ബർത്ത്ഡേ എല്ലാം ആകുമ്പോഴത്തേക്ക് രണ്ടാളെ മുടിയെല്ലാം ഒന്ന് കട്ടാക്കണം. ജമ്മുവിൻ്റെ കട്ടാക്കണ്ടെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഫ്രണ്ടിൽ ഇതുപോലെ സൈഡിലേക്ക് ഒരു ക്ലിപ്പ് കുത്തി കൊടുത്താൽ മതി എന്നെല്ലാം ഞാൻ കുറേ ദിവസം അവളോട് പറയുന്നതിന് കട്ടാക്കണ്ടെന്നെല്ലാം. ഓൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫ്രണ്ടിൽ കട്ടാക്കാൻ. അപ്പോൾ അതേപോലെ ഒന്ന് കട്ടാക്കണം. അതേപോലെ തന്നെ രണ്ടാളതും കട്ടാക്കാമെന്നെല്ലാം വിചാരിക്കുന്നുണ്ട്. എനിക്കിന്ന് 5ാം മാസത്തെ അനോമലി സ്കാനിങ് ഇല്ലേ, അതുണ്ട്. അങ്ങനെ ഹോസ്പിറ്റലിലല്ല സ്കാനിങ് വേറെ എടുത്ത്, ബ്ലഡ് ടെസ്റ്റ് വേറെ എടുത്ത്, അങ്ങനെ ഓരോ സ്ഥലത്തായിട്ടാണ് നമുക്ക് പോകുന്നുള്ളത്. നോർമലി സ്കാനിങ് ആകുമ്പോൾ എല്ലാവർക്കും അറിയുന്നതല്ലേ. നമ്മൾ 1 മണിക്കൂർ മുമ്പ് തന്നെ ഈ ചെറുനാരങ്ങയും ഗ്ലൂക്കോസെല്ലാം ഇട്ട വെള്ളം കുടിച്ചിട്ട് 1 മണിക്കൂർ വെയിറ്റ് ആക്കണം. അത് കഴിഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്യണം. പിന്നെ അതിൻ്റെ റിസൾട്ട് കിട്ടാൻ എന്തായാലും 1/2 മണിക്കൂർ 1 മണിക്കൂർ എടുക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്കാൻ ചെയ്യണം. അങ്ങനെ കുറേ ടൈം പിടിക്കുന്ന പരിപാടിയാണ് ഇന്ന്. അപ്പോൾ നമ്മൾ എന്താക്കി, ആ ഗ്ലൂക്കോസും ചെറുനാരങ്ങയിലിട്ട വെള്ളമെല്ലാം കുടിച്ചിട്ട് 1 മണിക്കൂർ ടൈം ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു ടൈമിൽ ദുവാമോൾക്ക് ജമ്മുവിനുള്ള ഡ്രസ്സ് എടുക്കാൻ പോയി. അങ്ങനെ അവർക്കുള്ള ഡ്രസ്സും എടുത്തിട്ട് വന്നിട്ട് ആ ഒരു ബ്ലഡിന് ടെസ്റ്റും കൊടുത്തു കഴിഞ്ഞിട്ടാണ് നമ്മൾ സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായത്. അങ്ങനെ സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ടും ബ്ലഡ് ടെസ്റ്റിൻ്റെ റിപ്പോർട്ടും എല്ലാം കിട്ടി. ഇനി നമുക്ക് നേരെ ഹോസ്പിറ്റലിലേക്കാണ് പോകാനുള്ളത്. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെല്ലാം കണ്ട് മാഷാഅല്ലാഹ് അൽഹംദുലില്ലാഹ് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ ഡോക്ടർ. അപ്പോൾ എല്ലാവരും ഇൻഷാ അല്ലാഹ് ദുആയിൽ ഉൾപ്പെടുത്താം. നല്ലോണം ദുആ ഇരിക്കണവേ, മക്കൾക്കും ഞങ്ങൾക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് നല്ലോണം ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ അങ്ങനെ ഞാൻ ഫുഡെല്ലാം കഴിച്ചിട്ട് പിന്നെ കേക്കെല്ലാം ഡെലിവറിയിലാക്കിയിട്ട് നേരെ പൊരയിലേക്ക് തിരിച്ചു വരുമ്പോൾ 5 മണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിന്. അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്ര തന്നെ. അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ആക്കാൻ മറക്കേണ്ട. അതേപോലെ സബ്സ്ക്രൈബ് ആക്കാതൊരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും പിന്നെ നിങ്ങളുടെ അഭിപ്രായവും കാര്യങ്ങളും എല്ലാം ഒന്ന് കമൻ്റ് ആക്കാവേ. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് കാണാം. അപ്പോൾ എല്ലാവരോടും ടേക്ക് കെയർ ഫ്രണ്ട്സ്, ബൈ.